പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വിരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചും അതോടൊപ്പം തന്നെ എന്നെക്കുറിച്ചുമുള്ള ചില ഇൻട്രഡക്ഷൻസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് സനു കെ മാത്യു. ഞാൻ തിരുവല്ലായിക്കടുത്ത് നിരണം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ അടുത്ത് ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞ 2 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്നു. 2 വർഷമായി ഞാൻ നാട്ടിലുണ്ട്. എന്നാൽ ഏകദേശം 17ാമത്തെ വയസ്സിൽ ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയും വചനം പഠിക്കുകയും പല സ്ഥലങ്ങളിൽ ദൈവിക ശുശ്രൂഷകളിലായിരിക്കാനും അവസാനം വന്ന് ഞാൻ ഒറീസയിൽ ഏകദേശം 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ കണ്ടിന്യൂ ചെയ്യാതെ എനിക്ക് നാട്ടിലേക്ക് വരേണ്ട ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലിപ്പോൾ സെറ്റിലായിരിക്കുന്നു. ഞാൻ വിവാഹിതനാണ്. എനിക്ക് എൻ്റെ ഭാര്യ ആക്ച്വലി മലയാളിയല്ല. എൻ്റെ ഭാര്യ ഷില്ലോങ് മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. മേഘാലയ സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. എനിക്ക് 9 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ട്. എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിലായിരിക്കുന്നു. എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്. എൻ്റെ ജ്യേഷ്ഠനും കുടുംബവും അമേരിക്കയിൽ ടെക്സസിൽ സെറ്റിൽഡ് ആയിരിക്കുന്നു. അവരവിടെ ആയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ഈ സെമിസ്റ്ററിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം വിവിധ മതങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷയമാണ്. ആൻ ഇൻട്രൊഡക്ഷൻ ടു റിലീജിയൻസ്. വിവിധ മതങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം, ഒരു ആമുഖം. അപ്പോൾ ആദ്യത്തെ എൻ്റെ നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ ലെസൺ 1 ആദ്യത്തെ പാഠം 1, അതിൻ്റെ ആദ്യത്തെ പാഠത്തിന്റെ പേര് തന്നെ വാട്ട് ഈസ് റിലീജിയൻ, എന്താണ് മതം അല്ലെങ്കിൽ മതങ്ങൾ, എന്താണ് മതം. ഞാൻ പല ബുക്കുകൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. മതങ്ങൾ എന്താണ് എന്നുള്ളതിന് പല മഹാന്മാർ എഴുതിയിരിക്കുന്ന പല രീതിയിലുള്ള ഭാഷകളിൽ വളരെ 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 സാഹിത്യപരമായ ഭാഷയിൽ അവരതിനെക്കുറിച്ച് അപഗ്രഥിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അല്പബുദ്ധിയിൽ തോന്നിയ ഒരു ഉത്തരം, ഞാനത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ്. മതമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നേരെയുള്ള ഏറ്റവും കൂടിയ പരിഹാസം, ദൈവത്തിനെ അങ്ങേയറ്റം പരിഹസിക്കാവുന്നതിന്റെ ദ മാക്സിമം ലെവൽ എന്താണോ അതാണ് മതം എന്നുള്ളത്. നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കെ, കർത്താവിന്റെ വിശ്വാസികളായിരിക്കെ, കർത്താവിന്റെ മക്കളെന്ന് അവകാശപ്പെട്ടിരിക്കെ നമ്മൾ ഒരു മതത്തിന്റെ ഭാഗമാണോ അതോ നമ്മൾ ശരിക്കും വിശ്വാസികളാണോ, നമ്മൾ ദൈവമക്കളാണോ അതോ നമ്മൾ മതത്തിന്റെ മക്കളാണോ എന്ന് നമ്മളെ തന്നെ ചിന്തിക്കണം, നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം, ഒന്ന് പരിശോധിച്ച് നോക്കാം. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നാം പേഴ്സണലി നാം ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ജസ്റ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മാത്രം നീതീകരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഞാനൊരു മതത്തിന് അടിമയാണ്, ഏതെങ്കിലും ഒരു മതത്തിന് അടിമയാണ്. ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ചെയ്യാത്ത ഒരു വ്യക്തിയെ ഞാൻ മോശമായി കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നൊരു വ്യക്തിയെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല, കൊലപാതകമോ മോഷണമോ പിടിച്ചുപറിയോ അതുപോലുള്ള കാര്യങ്ങളല്ല, ഒരു നല്ല കാര്യം എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ സ്വതവേ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മതത്തിന് അടിമയാണെന്നാണ് അതിനർത്ഥം. അപ്പൊ ഞാനതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഉത്തരം നിങ്ങൾ കണ്ടു കാണും. വാട്ട് ഈസ് റിലീജിയൻ? അത് ഞാൻ തന്നെ എന്റെ സ്വതവേ ഉള്ള തോന്നലിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഉത്തരമാണത്. മതം ഒരിക്കലും, അത് ഏത് മതമായിക്കോട്ടെ, ഇവനിത് കേൾക്കുന്ന എനിക്കറിയാം 100% ആൾക്കാരും അല്ലെങ്കിൽ 99% ആൾക്കാരും പെന്തക്കോസ്ത് വിശ്വാസികളായിരിക്കും. വചനം പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പെന്തക്കോസ്ത് വിശ്വാസികൾ തന്നെ ആയിരിക്കും ഇതെല്ലാം കേൾക്കുന്നത്. എന്നാൽ അവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നാം
വിശ്വാസികളാണോ ഞാൻ ചോദിക്കുന്നത്. ഈ പെന്തക്കോസ് എന്നുള്ള വാക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തിന്റെ പേരിൽ, ഒരു മതത്തിന്റെ ലെവലിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പലരും പറഞ്ഞിട്ടുള്ള ഞാനൊരു പെന്തക്കോസുകാരനാണ് എന്നാണ്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു ദൈവവേദനാണെന്ന് പറഞ്ഞ് പലരും പറഞ്ഞു കേട്ടിട്ടില്ല. നീ ദൈവവേദനാണെങ്കിൽ നീ ഒരിക്കലും ഒരു മതത്തിന്റെ ഭാഗമല്ല, ഞാനൊരിക്കലും ഒരു മതത്തിന്റെ ഭാഗമല്ല. അപ്പൊ ചില ചോദ്യങ്ങൾ, ഒരു 3-4 ചോദ്യങ്ങൾ എനിക്ക് സ്വതവേ നമ്മളോട് തന്നെയുള്ള ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിക്കുവാനുണ്ട്. അത് ഞാൻ പാഠം 1 ഒന്നാമത്തെ നമ്മുടെ ചാപ്റ്ററിൽ അത് ഉൾപ്പെടുത്തി അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള മതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്ക്, ക്ലാസ്സുകളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ ചോദ്യം ഇതാണ്: മതം ദൈവത്തെ അറിയുവാൻ സഹായിക്കുന്നുണ്ടോ? മതം ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അതിലുള്ള കാര്യങ്ങളും അതിലില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഡിസ്കഷനിൽ പറയുന്നുണ്ട്. മതം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിനെ കാണിച്ചു കൊടുക്കാതെ ദൈവം എവിടെ നിൽക്കുന്നുവോ അതിന്റെ നേരെ എതിർവശത്തേക്ക് യാത്ര ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. മതത്തിന്റെ മതവിശ്വാസിയെ മതത്തിന്റെ ആചാരങ്ങളും മതത്തിന്റെ കെട്ടുപാടുകളും എന്താണ് ചെയ്യിക്കുന്നത്? അവനെ അല്ലെങ്കിൽ അവളെ, ഇതിൽ വിശ്വസിക്കുന്ന സ്ത്രീയോ പുരുഷനോ പൈതലോ വൃദ്ധനോ ആരുമാകട്ടെ, എന്തു ചെയ്യുന്നു? അവരെ ദൈവത്തിന് എതിരെ, ദൈവം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിക്ക് എതിരെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളൊരു പെന്തക്കോസ് വിശ്വാസിയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു തോന്നലോ, ഞാനൊരു പെന്തക്കോസുകാരനായതുകൊണ്ട് ഞാൻ ഒരിക്കലും മറ്റൊരു വ്യക്തിയായിട്ട് മിക്സപ്പ് ആകാൻ, അതായത് മറ്റൊരു വ്യക്തിയായിട്ടൊരു ഫ്രണ്ട്ലി റിലേഷൻ വെക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചാൽ റിയലി യു ആർ അണ്ടർ ദ യോക്ക് ഓഫ് റിലീജിയൻ. നിങ്ങൾ മതത്തിന്റെ, ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ മതത്തിന്റെ നുഖത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഏത് മതം? പെന്തക്കോസ് എന്ന മതം. അന്നേരം പെന്തക്കോസലിസം ഒരു മതമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രസംഗിക്കുന്നത് എന്താണ്? ഇതൊരു മതമല്ല, ഇതൊരു വിശ്വാസ പ്രസ്ഥാനമാണ്, വിശ്വാസത്തെ ബേസ് ചെയ്തുള്ളൊരു പ്രസ്ഥാനമാണ്. എവിടെ? അപ്പോൾ മതം എന്ന് പറയുമ്പോൾ, ഈ എസ്പെഷ്യലി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ കോപ്പറേറ്റ് ചെയ്യാതെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന പല ശുശ്രൂഷകരും നമ്മുടെ ഇടയിലുണ്ട്. അതായത് ഈ ലോക ജീവിതത്തിൽ നമ്മൾ പെന്തക്കോസുകാരായി ജീവിക്കും. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഐ എം സോറി ടു യൂസ് ദറ്റ് അഗൈൻ. പിന്നെ അതെടുത്ത് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നാട്ടിലായിരിക്കുമ്പോൾ മറ്റാരുമായി സഹകരിക്കരുത് എന്ന് പഠിപ്പിക്കും. നോർത്ത് ഇന്ത്യയിലേക്ക് എന്റെയൊക്കെ അടുത്ത് ഒരുപാട് ശുശ്രൂഷകന്മാർ വന്നിട്ടുണ്ട്. ഞാൻ നോർത്തിലായിരുന്നു, MP-യിലായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഒറീസയിലായിരുന്നപ്പോൾ മലയാളി ശുശ്രൂഷകന്മാർ വന്നിട്ടുണ്ട്. അവര് വിശുദ്ധിയും വേർപാടിനെയും വേറിട്ട് മറ്റുള്ളവരുമായി സഹകരിക്കരുതെന്ന് വാദോരാതെ പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാർ, യൂട്യൂബിലൊക്കെ തകർത്ത് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാരെ പോലുള്ളവർ, അവർ ഇതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ വില്ലേജസിൽ, നോർത്ത് ഇന്ത്യൻ പ്ലേസസിൽ വന്നു കഴിഞ്ഞാൽ, വടക്കേന്ത്യയുടെ ഇതര ഗ്രാമങ്ങളിലും മെഗാ ചർച്ചുകളിലും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രസംഗിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ വചനം, ശരിക്കുമുള്ള ശുശ്രൂഷ അവിടെയാണ് ചെയ്യുന്നത്. നാട്ടിൽ മറ്റെന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ ശുശ്രൂഷകനായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയോ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു, ബൈബിളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ നമ്മൾ അവസാനത്തെ ക്ലാസ്സുകളിൽ 2, 3, 4 ക്ലാസ്സുകൾ ചിലപ്പോൾ നാം ക്രിസ്ത്യാനിറ്റി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമായിരിക്കും പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മതം ശരിക്കും ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ തന്നെ, പെന്തക്കോസുകാരെന്ന് പറയുന്നവരുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന മതത്തെക്കുറിച്ചാണ്. അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്നവർ റേഷൻ കടയിൽ പോവുകയാണെങ്കിൽ പെന്തക്കോസുകാരന്റെ റേഷൻ കടയിലേ പോകത്തുള്ളൂ. സാധനം മേടിക്കാൻ ഒരു ഹൈന്ദവന്റെ ഒരു മുസ്ലിമിന്റെ കടയിൽ പോകത്തില്ലേ? ബീഫ് മേടിക്കാൻ ഒരു മുസ്ലിമിന്റെ കടയിലായിരിക്കുമല്ലോ പോകുന്നത്. അങ്ങനെയാണ് ഒരു മതമായി മാറുന്നത്.
അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണം പോലും മതമായി മാറ്റപ്പെടുന്നത് അങ്ങനെയാണ്. നമുക്ക് മതപ്രചാരകരെ അല്ല വേണ്ടത്. ക്രിസ്ത്യാനിറ്റി ഒരു സമയത്ത് പെന്തക്കോസ്റ്റലിസം ഇറ്റ് വാസ് എക്സ്പ്ലോഡിങ്. അതൊരു ആണവായുധം പോലെയായിരുന്നു. മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഒരു ലോകത്തിന്റെ ഒരു ഭാഗത്ത് നശിപ്പിക്കാൻ കഴിവുള്ള ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ ഒരു അണുബോംബ് പോലെ ആയിരുന്നു ആദിമ കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്ത് സഭകൾ പെരുകിയത്. അന്ന് 2 ടൈപ്പ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഒന്ന് കൺവേർഷണൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു, 2 ബയോളജിക്കൽ ഗ്രോത്ത്. ഇന്ന് ബയോളജിക്കൽ ഗ്രോത്ത് മാത്രമേ ഉള്ളൂ. ബയോളജിക്കൽ ഗ്രോത്തും ഇന്ന് ഇല്ല എന്ന് പറയാം. എവിടെയാണ് പ്രശ്നം? വിശ്വാസ പ്രമാണം വിട്ടു. വിശ്വാസം എന്നുള്ള സംഗതി ബേസ് മാറ്റിയിട്ട് റിച്വൽസിലേക്ക്, റിലീജിയസ് റിച്വൽസിലേക്ക് എന്ന് പെന്തക്കോസ്റ്റലിസം കയറിയോ അവിടെ തുടങ്ങി പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ പരാജയം. അത് പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു യുവതലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം യുവതലമുറയിൽ തന്നെ, യുവതലമുറ മാത്രമല്ല, ഒരു മിഡിൽ ഏജസ് ഒക്കെ കഴിഞ്ഞവർ പോലും ഇന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി. വാട്ട് ഹാപ്പൻ ടു us? നമ്മൾക്ക് എന്ത് സംഭവിച്ചു, നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അതിന്റെ കാര്യം എന്താണ്? മതം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. മതം നമ്മളെ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകറ്റിക്കൊണ്ട് പോവുകയാണ്. ഡേ ബൈ ഡേ വി ആർ ഗോയിങ് ഫാർ. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, എവിടെയാണ് ആദ്യത്തെ മതം രൂപം കൊണ്ടത് എന്നുള്ളതാണ്. ഇതൊരു പോയറ്റിക്കലി അല്ലെങ്കിൽ ഇതൊരു സാഹിത്യപരമായി നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. സാഹിത്യപരമായിട്ടുള്ള ചോദ്യമാണിത്. നമുക്കത് സിംപ്ലി നമുക്ക് തോന്നുന്നു, അല്ലെ നമുക്ക് ആദ്യമായിട്ടൊരു ചോദ്യം കേൾക്കുകയാണ്, അല്ലെ, എവിടെയാണ് ആദ്യത്തെ മതം ഉണ്ടായത്, എന്താണത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മൾക്ക് പൊതുവെ അല്പം ചരിത്രബോധമുള്ളവർ നമ്മൾ പറയും ആദ്യത്തെ മതം ഹിന്ദുമതമാണ്, അല്ലെങ്കിൽ പറയും ആദ്യത്തെ മതം കൽദയ മതമാണ്, അല്ലെങ്കിൽ പറയും ആദ്യത്തെ മതം കയ്യിനെ പോലുള്ളവർ ആരാധിച്ചുകൊണ്ടിരുന്ന ആ മതമാണ്. എന്നാൽ മതം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ മതം രൂപം കൊണ്ടത് ഏദനിൽ വെച്ചാണ്. ഏദനിൽ വെച്ച് 2 കാര്യങ്ങൾ രൂപം കൊണ്ട്. ഒന്ന് വിശ്വാസവും, അല്ലെങ്കിൽ ഒന്ന് ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധവും, 2 മതവും. ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധം എപ്പോഴാണ്? മനുഷ്യൻ പാപം ചെയ്യാതിരുന്നപ്പോൾ, മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച കാലഘട്ടം മുഴുവനും മനുഷ്യനും അവന് കൂട്ടായി കൊടുത്ത കൂട്ടായ്മയും, അല്ലെങ്കിൽ അവന്റെ പത്നിയും അവന്റെ ഭാര്യയും നരനും നാരിയും ഒരുമിച്ച് സൃഷ്ടാവിന്റെ വാക്കനുസരിച്ച് നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ അവർ ദൈവവുമായിട്ടൊരു ഇറിവോക്കബിൾ റിലേഷൻ, ഒരിക്കലും ക്യാൻസലായി പോകാത്ത രീതിയിലുള്ള, പിരിഞ്ഞിരിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് സംഭവിക്കുന്നു. പിന്നീട് അവർ അരുതാത്ത ചില കാര്യങ്ങളെ ചെയ്ത് പാപത്തിൽ വീണ് വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നിന്നു എന്ന് അവർക്ക് തോന്നിയപ്പോൾ, ദൈവത്തിന് തോന്നി, അത് വേറെ കാര്യം, ദൈവമായിരിക്കുന്നത് കൊണ്ട് അവർക്ക് തന്നെ തോന്നി അവർ നഗ്നരെന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവര് അത്തി ഇലയൊക്കെ തുന്നി. അവർക്ക് ആ ബുദ്ധി എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് അത്ഭുതം. കാരണം നഗ്നത മറയ്ക്കാൻ അത്തിയില തുന്നിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നിച്ചേർത്ത് തങ്ങൾക്ക് നഗ്നത മറയ്ക്കുവാൻ, അരയാട ഉണ്ടാക്കുവാൻ തക്കവണ്ണമായിട്ട് അവർക്ക് എങ്ങനെ ബുദ്ധി തോന്നി എന്നുള്ളത് വലിയ അത്ഭുതമാണ് കേട്ടോ. അതൊക്കെ വലിയ അത്ഭുതമാണ്. എങ്ങനെ മനുഷ്യൻ ആദിമ കാലഘട്ടത്തിൽ അത്രയും തിങ്കിങ് കപ്പാസിറ്റി പെട്ടെന്ന് കിട്ടി എന്നുള്ളത്. എന്നിട്ട് അതുകൊണ്ട് തന്റെ നഗ്നത മറച്ച് കാടിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. അവിടെയാണ് ആദ്യത്തെ മതം സ്ഥാപിതമാകുന്നത്. കാരണം എന്താണ്? ദൈവത്തിന്റെ മുമ്പിൽ വരാതിരിപ്പാൻ തക്കവണ്ണമായി മനുഷ്യൻ വീണുപോയി. ആ മനുഷ്യൻ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നു. അത്തിയില കൂട്ടി തുന്നി ഉണ്ടാക്കിയ ആ വേഷമാണ് ലോകത്തിൽ ആദ്യത്തെ മതം. അവർ ഒളിച്ചിരുന്ന കുറ്റിക്കാടാണ് ലോകത്തിലെ ആദ്യത്തെ മതത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്.
മനസ്സിലാക്കണം. അതിനർത്ഥം എത്രയേ ഉള്ളൂ. സാഹിത്യ ഭാഷയിൽ അതിന് ഒരു പല 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 പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള ഒരു ഉത്തരമാണത്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്നും? അതിനൊരു മോശമായ അർത്ഥമല്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. കാരണം മതം എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും നമ്മളെ മറച്ചു നിർത്തുന്നു. സർവശക്തനായ ദൈവത്തിൽ നിന്നും നമ്മളെ മറച്ചു നിർത്തുന്നതാണ് മതത്തിന്റെ തെറ്റ്, മതത്തിന്റെ കുറ്റം, അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദോഷം. പിന്നീട് നമ്മൾ ചിന്തിക്കണം, അവർ മതസ്ഥാപകരായില്ല. ഏദനിൽ വെച്ച് അവർ ദൈവത്തെ ദിവസവും കണ്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. പിന്നീട് ആ ബന്ധം വിട്ടു. ഏദനിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുറത്താക്കിയതിന് ശേഷം എന്താ പറയേണ്ടത്, ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആദ്യം അവർ സ്വയമേ അവർ എന്ത് ചെയ്യുന്നു? ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നു. അത്തിയില കുത്തി തുന്നിയ വസ്ത്രം. അത് മതത്തെ കാണിക്കുമ്പോൾ ദൈവം അവരുടെ നഗ്നത മറയ്ക്കുവാനായിട്ട് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ട് മൃഗത്തിന്റെ തോൽ കൊണ്ട്, ഏത് മൃഗമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ചിലർ പറയുന്ന ആടാണെന്ന് പറയുന്നു. അവിടെ ഏത് മൃഗത്തിന്റെ തോലാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പം ഒരുപാട് ഫോൾസ് ഇന്റർപ്രിട്ടേഷന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദൈവം ഒരു മൃഗത്തിന്റെ, ശുദ്ധമൃഗങ്ങളിൽ പെട്ടത് തന്നെ ആയിരിക്കാം, ഒരു ശുദ്ധമൃഗത്തിന്റെ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു. ഒന്ന് മനുഷ്യനുണ്ടാക്കിയ ഉടുപ്പും, രണ്ട് ദൈവമുണ്ടാക്കിയ ഉടുപ്പും. ഇതിലേറ്റവും നല്ലത് ദൈവം ഉണ്ടാക്കിയ ഉടുപ്പായിരിക്കുമല്ലോ. ആ ദൈവമുണ്ടാക്കിയ ഉടുപ്പാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രസ്ഥാനം. മറ്റേതും മതപ്രസ്ഥാനവും. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയത് അരയാട, അത്തിയില കൊണ്ടുണ്ടാക്കിയ വേഷം, അത് മതമായിരിക്കുമ്പോൾ, ചില ദിവസങ്ങൾക്കുള്ളിൽ പൊടിഞ്ഞു പോകുന്ന, ചില മണിക്കൂറുകൾക്കുള്ളിൽ വാടി തളർന്നു പോകുന്ന വേഷമായിരിക്കുമ്പോൾ, ഒരു നിത്യനിയമത്തിന്റെ വിശ്വാസ പ്രമാണം, ഒരു നിത്യനിയമത്തിന്റെ വിശ്വാസ പ്രസ്ഥാനത്തെ അവിടെ സ്ഥാപിക്കുകയാണ് ആ വേഷദാനത്തിലൂടെ. ഇതാണ് മതവും വിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ചോദ്യം, എങ്ങനെ ഏദനിലെ ഈ സിമ്പിൾ, ഏദനിലെ ഈ ഒരു യൂണിറ്റായിട്ട് നിന്ന, അല്ലെങ്കിൽ ഏദനിലെ ഈ ഒറ്റ വിശ്വാസ പ്രമാണം എങ്ങനെ ഇന്ന് ലോകത്തിൽ കാണുന്ന മതങ്ങളായി? ആദം ഹവ്വയും 930 വയസ്സ് വരെ ആദം ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. ആദം അത്രയും നാളും ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ജനിപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ ജനസമൂഹം അവിടെ ഉളവെടുത്തു. ശേത്തിന്റെ കാലത്ത് യഹോവയുടെ ആരാധനയൊക്കെ തുടങ്ങി. അങ്ങനെ ലോകത്തിൽ ജനങ്ങൾ നിറഞ്ഞ് നോഹയുടെ കാലഘട്ടമായപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ആദ്യത്തെ 1, 2, 3 തലമുറകൾ, ആദമിന് ശേഷമുള്ള 1, 2, 3 തലമുറകൾ, ചിലപ്പോൾ 1, 2 തലമുറകൾ വരെ ചിലപ്പോൾ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു കാണും. ശേത്തിന്റെ തലമുറയിൽ വളരെ ചുരുങ്ങിയ ചിലർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്ന മത്സരികളായി തീർന്നു. അവർക്ക് കേട്ടുകേൾവി മാത്രമുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അവർ തയ്യാറായില്ല. എന്നാൽ അപ്പൻ മുഖാന്തരം, അല്ലെങ്കിൽ തങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആദം മുഖാന്തരമായി കേട്ടുകേൾവിയുള്ള ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ശേത്തിന്റെ തലമുറയിൽ ദൈവം ഒരു തലമുറയെ മാറ്റി. എല്ലാ തലമുറയിലും ഒരു കുടുംബത്തെ മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ലാമക്കന്റെ കുടുംബത്തെ മാറ്റിവെച്ചിട്ട് ദൈവം ആ കുടുംബത്തിൽ നിന്ന് ഒരു മകനെ ലാമക്കിന്റെ ഒരു മകനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതാണ് നോവ. ലാമക്കിന് പിന്നീട് മക്കളുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. നോഹയെ ദൈവം തിരഞ്ഞെടുത്തതിന് ശേഷം നോഹയിലൂടെ വീണ്ടും നോഹയും കുടുംബവും ശേഷിക്കുന്നു. പ്രളയത്തിലൂടെ ബാക്കിയുള്ളവരെല്ലാം ചത്തുപോകുന്നു, എല്ലാം നശിച്ചു പോകുന്നു. പുതിയൊരു ഭൂമി എന്നുള്ള രീതിയിൽ ഭൂമിയെ വീണ്ടും നവീകരിക്കുന്നു. അതിനുശേഷം ഇവരെ അങ്ങോട്ട് ഇറക്കി വിടുന്നു. ഇവർ 3 പേരും 3 വലിയ കൂട്ടങ്ങളായി തിരിയുന്നു. ശേമ, ഹാമ, യാഫത്ത്. 3 പേരും 3 വലിയ കൂട്ടങ്ങളായി തിരിഞ്ഞു പോകുന്നു. ഈ 3 വലിയ കൂട്ടങ്ങളായി തിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഇവരെവിടായിരുന്നു? ഇവർ
ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഒറ്റ ഭാഷ, കാരണം മൂന്നുപേരെ സംസാരിക്കുന്ന ഒരു ഭാഷയല്ലേ, ഏത് ഭാഷയാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും ഷേമും ഹാമും യാഫത്തും മൂന്നുപേരും സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രീ ഫ്ലഡിന് അല്ലെങ്കിൽ പ്രളയത്തിന് മുമ്പുള്ള ഏത് ഭാഷയാണോ അതാ ഒറ്റ ഭാഷയായിരുന്നു. ഇവരെന്തെടുത്ത് ഒറ്റ ജാതിയായിട്ട് ഒരിടത്ത് കൂടാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ആകാശത്തോളം എത്തുന്ന ഗോപുരം ഉണ്ടാക്കുന്നു. ദൈവം ആ ഗോപുരത്തെ പൊളിച്ചടുക്കി അവരുടെ ഭാഷയും കലക്കി കളയുന്നു. അപ്പോൾ ഭാഷ കലക്കി കളയുമ്പോൾ ഭാഷാ പണ്ഡിതന്മാർ, എറ്റിമോളജി പോലെയുള്ള ഭാഷാ പണ്ഡിതന്മാർ പഠിക്കുമ്പോൾ, ഞാനതൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്? അവര് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഭാഷകളെ. ഒന്ന് സെമൈറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഷേമി ഭാഷ, യാഫേത്തി ഭാഷ, ഹാമി ഭാഷ. ഷേമി ഭാഷയ്ക്ക് സ്റ്റൈല് മൊത്തത്തിൽ വേറെ, പഴയകാല ഭാഷകളാണ്. പിന്നീട് അതിൽ നിന്ന് പുതിയ പുതിയ ഭാഷകൾ, ഇന്നും ഭാഷകൾ പുതിയത് ഉളവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രം, എന്നുള്ളതാണ് ഭാഷാശാസ്ത്രം. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം പോകുന്തോറും പുതിയ പുതിയ ഭാഷകൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ അവർ യഹോവയെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടല്ല അവിടെ ഒന്നിച്ചു കൂടിയത്. അതിനകത്ത് യഹോവയെ ആരാധിക്കുന്നവരും കണ്ടിരിക്കാം എന്നുള്ള അനുമാനം മാത്രമേ ഉള്ളൂ. അവരെന്ത് ചെയ്തു? പ്രളയം വന്നാൽ തങ്ങൾ തകർന്നു പോകാതിരിക്കത്തക്കവണ്ണം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു, പ്രളയത്തെ അതിജീവിക്കാൻ. അങ്ങനെ അവർ ആ ഗോപുരങ്ങളെ ഉണ്ടാക്കി. ഇത് നമുക്ക് ആ ഗോപുരത്തിന്റേതെന്ന് അവകാശപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമുക്ക് ശിനാർ ദേശത്ത് അല്ലെങ്കിൽ പഴയ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് അവശേഷിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഇടയിൽ ഉണ്ട്, എവിടെയോ അതിന്റെ അടിസ്ഥാനമെങ്കിലും കണ്ടെത്താമെന്ന് കരുതുന്നു. ചിലർ അവിടെയുള്ള സിഗുറത്ത് അതിന്റെ അടിസ്ഥാനമെന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, അവരുടെ ഭാഷ കലങ്ങിയതിനോടൊപ്പം അവർ ആരാധിച്ചിരുന്ന ആരാധനാ രീതികളും കലങ്ങിപ്പോയി. പിരിഞ്ഞുപോയ ഓരോ ഭാഷക്കാർക്കും ഓരോ മതമുണ്ടായി. പിരിഞ്ഞുപോയ ഓരോ ഭാഷക്കാർക്കും ഓരോ മതം. അങ്ങനെ ആ ഓരോ മതം പിരിഞ്ഞു പോകും തോറും, ഓരോ ജാതി പിരിഞ്ഞു പോകും തോറും, ആ ഓരോ ഭാഷയിൽ വിവിധ ജാതികൾ പിരിഞ്ഞപ്പോഴും അവരെല്ലാം തങ്ങളുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെ ഉണ്ടാക്കിയെടുത്തു, തങ്ങളുടേതായിട്ടുള്ള മതങ്ങളെ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ പിന്നീട് ഹിന്ദുസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെക്കുറിച്ച്, പൗരാണിക മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ പല മതങ്ങൾ, പല ഗോത്രങ്ങൾ, പല ഭാഷകൾ ഇങ്ങനെ മാറി 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 വന്നിട്ട് ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് ലോകം മാറുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് കാണുന്ന ലോകത്തിൽ നിന്ന് വിഭിന്നമായിരുന്നു ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുള്ള ലോകം. അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ പ്രചരിക്കുന്നതിന് മുമ്പ്, ഇസ്ലാം ലോകത്തിൽ പ്രചരിക്കുന്നതിന് മുമ്പ്. ഇന്ന് കാരണം ഇന്നൊരു മേജർ പാർട്ട് ക്രിസ്ത്യൻസ് ആണ്, പിന്നെ അത് കഴിഞ്ഞാൽ മുസ്ലിംസ് ആണ്, പിന്നെ അത് കഴിഞ്ഞാൽ ബുദ്ധിസം വരുന്നു, പിന്നീട് ഹിന്ദുയിസം വരുന്നു. ഇങ്ങനെ പല മേജർ റിലീജിയൻസ് ആയിട്ട് മാറി. പക്ഷെ അന്ന് ആ കാലഘട്ടങ്ങളിൽ മൈനർ റിലീജിയൻസ് ആണ്. ഓരോ രാജ്യക്കാരന്, ഓരോ വില്ലേജുകാരന് ഓരോ ദൈവം. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മളുടെ ഹൈന്ദവ പാരമ്പര്യപ്രകാരവും കേരളത്തിലെ ഹൈന്ദവ പാരമ്പര്യപ്രകാരം ഓരോ കുടുംബത്തിന് ഓരോ ദൈവമുണ്ട്, പരദേവത, കുടുംബ പരമ്പര ദേവതകള്. പിന്നീട് ഓരോ കാവ്, ഈ കാവിൽ വിളക്ക് കത്തിക്കുന്നവൻ ആ കാവിൽ വിളക്ക് കത്തിക്കുന്നവനെ കണ്ടുകൂടാ. ഈ കാവിനെക്കാട്ടിലും ശക്തിയുള്ള ദൈവം ആ കാവിൽ വസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹൈന്ദവ പ്രസ്ഥാനത്തിൽ. ക്രിസ്ത്യൻസിന്റെ വേൾഡിലോ ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങളുടെ കുടുംബം ഏറ്റവും വലിയ കുടുംബം, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും വലിയ കാര്യങ്ങൾ. 2 തലമുറയ്ക്ക് മുമ്പ് എവിടെയെങ്കിലും ഈ കുടുംബത്തിൽ, ഏതൊരു ഒരു കുടുംബത്തിൽ ഒരു അച്ഛനുണ്ടെങ്കിൽ പിന്നെ അത് മതി പൊക്കം പറയാൻ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രാമത്തെ തലമുറയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനുണ്ടായിട്ട് അച്ഛന് പോലും പ്രയോജനം ഉണ്ടായിട്ടില്ല. അന്നേരം നമ്മൾ ഇപ്പോഴും ബന്ധുക്കൂസലായിട്ട് പോലും ആ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ രീതികൾ ശരിയാണോ എന്ന് നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കണം. ആർ വി ഇൻ ദ റൈറ്റ് ട്രാക്ക്? ഞാനൊരു റോങ് ട്രാക്കിൽ ഓടുന്ന വ്യക്തിയായിരുന്നു എവിടെ? കേരളത്തിലായിരുന്നപ്പോൾ കേട്ടോ. തീർച്ചയായിട്ടും റോങ് ട്രാക്കിൽ ഓടുന്ന ഒരു ബന്ധുക്കൂസുകാരനായിരുന്നു. ഒരു ടിപ്പിക്കൽ പക്ക IPC-കാരൻ ബന്ധുക്കൂസുകാരനായിട്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുന്നത്. ഏതായാലും ദൈവം എന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ആ നോർത്ത് ഇന്ത്യൻ മിഷണറി ലൈഫിൽ വരുത്തി. ഇവിടെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന വിശ്വാസ പ്രമാണത്തെ എടുത്ത്
അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന പലരും അവിടെ വന്ന് അതൊന്നും പറയാത്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അവർ അവിടെയെങ്കിലും സത്യം വിളിച്ചു പറയുന്നല്ലോ, അവിടെയെങ്കിലും സത്യ ശുശ്രൂഷ ചെയ്യുന്നല്ലോ. കാരണം അവർ അവിടെ മതപ്രസംഗം നടക്കത്തില്ല. അവിടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും പ്രസംഗിച്ചാലേ പറ്റത്തുള്ളൂ. പ്രാക്ടീസിനെ കുറിച്ച് പറയരുത്. പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞാൽ അവർ ഉടനെ ചോദിക്കും, ആർ യു ഡൂയിങ് ഇറ്റ്? താങ്കളത് ചെയ്യുന്നുണ്ടോ? താങ്കളത് ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കളത് ചെയ്തിട്ട് ഞങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയും. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അങ്ങനെ ഇത്രയും മതപ്രസ്ഥാനങ്ങൾ ലോകത്തിൽ രൂപം കൊണ്ടു. അടുത്ത വിഷയം, അടുത്ത ചോദ്യം, വിശ്വാസവും മതവും തമ്മിൽ വ്യത്യാസം എന്ത്? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശരിക്കും വിശ്വാസവും മതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണ്? വിശ്വാസവും മതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വിശ്വാസവും മതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വിശ്വാസം വിശ്വാസവും, മതം മതവുമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അകക്കണ്ണിനെ തുറപ്പിക്കുന്നു, അകക്കണ്ണിനെ തുറക്കുന്നു. നമ്മുടെ ഈ കണ്ണുകൾ അന്ധമാകട്ടെ, ഈ കണ്ണുകൾ മരിക്കട്ടെ, ഈ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടട്ടെ, അകക്കണ്ണ് തുറന്നിരുന്നാൽ, അകക്കണ്ണ് തുറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വിശ്വാസ പ്രമാണത്തിൽ, വിശ്വാസ ജീവിതത്തിൽ. എന്നാൽ അകക്കണ്ണ് തുറക്കാത്തൊരു വ്യക്തിയാണ്, അവൻ വിശ്വാസിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ വിശ്വാസിയല്ല, അവൻ മതത്തിനടിമയാണ്. മതമാണ് മനുഷ്യനെ അന്ധനാക്കുന്നത്. എന്താണ് റിലീജിയസ് വയലൻസ്? എന്താണ് മതത്തിന്റെ പേരിൽ പലപ്പോഴും കലാപങ്ങൾ നടക്കുന്നത്? മതത്തിന്റെ പേരിൽ കലാപങ്ങൾ നടക്കാൻ കാരണം മതം മനുഷ്യനെ അന്ധനാക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും കഴിവ്. ഏതൊരു വിശ്വാസിയുടെയും കഴിവ് മതത്തിനെ മതമായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും കാണുക. എന്നാൽ വിശ്വാസിക്ക് വേറെ വ്യൂ ആണ്. കാരണം വിശ്വാസി എപ്പോഴും ഒരു മനുഷ്യനെ മനുഷ്യനായിട്ടും ദൈവ സൃഷ്ടിയായിട്ടും ദൈവത്തിന്റെ കണ്ണിലെ കൺമണിയായിട്ടും വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവൻ, വിശ്വാസിയായവൻ കാണുമ്പോൾ, മതപ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവൻ, മതത്തിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഏതൊരു മനുഷ്യനെയും വേറിട്ട് കാണാൻ ശ്രമിക്കുന്നു. അതാണ് വ്യത്യാസം. അടുത്ത ചോദ്യം, അല്ലെങ്കിൽ അടുത്ത ചില പോയിന്റ്സ് ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒരുപാട് ടൈപ്പ്, ഒരുപാട് തരത്തിൽ മതങ്ങൾ ഈ ലോകത്തുണ്ട്. ഒന്ന് പൗരാണിക മതങ്ങൾ, ആധുനിക മതങ്ങൾ, പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ അബ്രഹാമിന്റെ മതങ്ങൾ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മതങ്ങൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മക്കളായവരിൽ, അല്ലെങ്കിൽ മക്കളെന്ന് പറയുന്ന അബ്രഹാമിന്റെ വംശപരമ്പരയിൽ നിന്നുളവായിരിക്കുന്ന മതങ്ങൾ. പിന്നെ ശേമി മതങ്ങൾ വേറെ. അബ്രഹാമും ശേമിനായിരുന്നു, എന്നാലും ശേമി മതങ്ങൾ വേറെ. പിന്നീട് എന്താണ്? ഭാരതീയ മതങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മതങ്ങൾ, പഴയകാല ആദിവാസി റിലീജിയൻസ്, ആദിവാസി മതങ്ങൾ, പിന്നെ മറ്റുള്ള ഒരുപാട് മതപ്രസ്ഥാനങ്ങളെ കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ വിവിധ രീതിയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും, വിവിധ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നവനോ അതോ വിശ്വാസത്തിന്റെ വക്താവോ? മതത്തിന്റെ വക്താവാണോ വിശ്വാസത്തിന്റെ വക്താവാണോ? എന്താണ് ഒരു വിശ്വാസിയും ഒരു മതസ്ഥനും തമ്മിലുള്ള വ്യത്യാസം? അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എഴുതുക. നിങ്ങൾ അതിനെ മനസ്സിലാക്കുക, എഴുതാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളെ എഴുതി നിങ്ങൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിവതും ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ചില പുസ്തകങ്ങളുടെ പേരുകൾ നിങ്ങളുടെ നോട്ടിന്റെ ഏറ്റവും താഴെ കൊടുക്കുന്നതായിരിക്കും, ഏറ്റവും ലാസ്റ്റ് പേജിൽ. ആ പുസ്തകങ്ങളെ നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ അത് മേടിച്ച്, അല്ലെങ്കിൽ അത് റെഫർ ചെയ്യാനുള്ള വഴികളുണ്ടെങ്കിൽ റെഫർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ലെസണുമായി, അടുത്ത വിഷയവുമായി, അല്ലെങ്കിൽ അടുത്ത പാഠവുമായി നമ്മൾ കാണുന്നതായിരിക്കും. കാരണം ഞാൻ ഇച്ചിരി ബിറ്റ് കൺഫ്യൂസ് ആയിട്ടാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കുന്നത്. കാരണം ഞാൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കി, ഇംഗ്ലീഷ് ബി ടീച്ചിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന
നോട്ടിന്റെ ചില ഭാഗങ്ങളാണ് നിങ്ങൾക്കും തരുന്നത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് നോട്ടിന്റെ പോയിന്റ്സ് ഒക്കെ നോക്കിയാണ് പലപ്പോഴും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് കയറി വരുന്നത്, അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫാഷൻ കാണിക്കാൻ വേണ്ടിയല്ല. ദൈവമക്കളെ, നമ്മൾ മതത്തെക്കുറിച്ച് പഠിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്ന ദോഷങ്ങളെക്കുറിച്ചുകൂടെയാണ് ഞാൻ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായി വളർത്തട്ടെ, മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയെ ദൈവം തരട്ടെ. ആമേൻ.